ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മൾ മലപ്പുറം കോട്ടക്കുന്നമ്മക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് KSRTCയിലൊരു ഉല്ലാസ യാത്ര പോവാട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, എനിക്കൊരു സപ്പോർട്ട് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയിക്കൊണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ബസ്സൊക്കെ കിട്ടിയപ്പോൾ ഒരു 11:30 ആയിക്കോളും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങളെ സ്റ്റോപ്പ് എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടോ കയറിയോടെ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് എത്തി. അവിടെ നിന്ന് പിന്നെ കുറച്ച് നടക്കണമായിരുന്നു കേട്ടോ കോട്ടക്കുന്നമ്മക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അവിടെ എത്തിയിട്ടോ. ചെന്ന് നോക്കുമ്പോൾ ഉച്ചയായതുകൊണ്ട് തോന്നുന്നു വലിയ ഇങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ കയറ്റൊക്കെ ഒന്ന് കയറി ഉള്ള പറയാമല്ലോ ഗൈസ്. ആ കയറ്റം കയറി എപ്പോഴത്തേനും ഒരു മതിയായിട്ടോ. ഭയങ്കര സ്റ്റെപ്പട്ടോ ഗൈസ്, കുഴങ്ങി തളരും കേട്ടോ. അങ്ങനെ ആക്കെ കയറി മേലെത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാതെ ഞങ്ങളിങ്ങനെ നടക്കാട്ടോ ഓരോ കാഴ്ചകളുണ്ട്. പിന്നെ ഫുള്ള് കപ്പിൾസുകളാട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം പാർക്കുകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു കേട്ടോ. മോന് കുറേ കരഞ്ഞു കേട്ടോ പാർക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഓനെ കൊണ്ടുപോയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അതിനെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ ഓരോ സംഭവങ്ങളിങ്ങനെ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ആ കാട്ടിലൊരു പാമ്പിനെ കണ്ടു കേട്ടോ ഗൈസ്. അങ്ങനെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു സ്ഥലമുണ്ട്. പിന്നെ ബ്രൈറ്റ് ട്യൂബിയൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ കുറേ ആൾക്കാർ ബ്രൈറ്റ് ട്യൂബിയൊക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ ഈ ഇതിങ്ങനെ എക്സസൈസ് ചെയ്യണം എന്തോ സംഭവം കേട്ടോ. അപ്പോൾ ഇവരെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാം കേട്ടോ. ഇവർക്ക് 11 രസമായി കേട്ടോ. അപ്പോൾ റിഫിയും മോനും പാടെ കേട്ടോ ഇതാ പരിപാടി കേട്ടോ. ഓൽക്ക് ഉണ്ടാക്കും അത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ വേറെയുള്ള പാർക്കിലൊക്കെ കയറണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. പിന്നെ ഒരു ഇങ്ങനെ ഉതിർച്ച് വരുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായി. അതിൽ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കയറാൻ പറ്റുക. അപ്പോൾ ഓൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഓൾ ഇതുമ്പോൾ ഇങ്ങനെ കളിക്കുന്നു കേട്ടോ. അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ആകുമ്പോൾ എല്ലാവർക്കും കയറാം. അങ്ങനെ ഞാനൊന്ന് കയറി കേട്ടോ. പക്ഷെ എനിക്ക് വെയ്ക്കുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പേടിയായി. ഞാൻ അമ്മന്ന് വീണ് വല്ല കയ്യോ കാലോ ഒടിഞ്ഞാലേത്. ഞാൻ പിന്നെ അമ്മന്ന് വേഗം ഇറങ്ങി കേട്ടോ. പിന്നെ പാർക്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കുറച്ചേരം ഊഞ്ഞാലൊക്കെ അടിയതിന് ശേഷം ഞങ്ങളൊരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലെത്താനും സമയമുണ്ട്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ റണ്ണിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ പോന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവലും മിൽക്കട്ട കുടിച്ച് അങ്ങനെ കട ഏകദേശം എല്ലാ കടയും അടച്ചിട്ട് പോകണം. പിന്നെ അങ്ങനെ KSRTC ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് പോരും ചെയ്തു കേട്ടോ.